സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നമ്പേഴ്സാണ്, സെറ്റ് ഓഫ് ന്യൂമറിക്കൽ ഒബ്സർവേഷൻ ഓർ സെറ്റ് ഓഫ് നമ്പേഴ്സുകളാണ്. അതൊരു പ്രീ ഡിറ്റർമിൻ പർപ്പസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തെടുത്തിരിക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറേ ന്യൂമറിക്കൽ വാല്യൂസ് നമ്മളെ കയ്യിലുണ്ടാവും, അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടേമാണ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി എന്നെല്ലാവരും പറയും. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? വെറുതെ നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റകൾ കളക്ട് ചെയ്യാൻ. നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചൊരു കാര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഡാറ്റയെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണ്, അനലൈസ് ചെയ്യുകയാണ്. ആ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിക്കും. അതിൻ്റെ ആവറേജ് കാണും, അതിൻ്റെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കാണും, സ്ക്യൂനെസ്, കർട്ടോസിസ്, അങ്ങനെ പറഞ്ഞ കുറേ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളുണ്ട്. അതെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നു. അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി എന്നെല്ലാം പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയുടെ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റേജുകളാണ് ഉള്ളത് എന്ന് നോക്കാം. ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആളെ നമ്മൾ പറയുന്ന പേരാണ് ഇൻവെസ്റ്റിഗേറ്റർ. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്താൻ പോകുന്ന ഒരാളെ നമ്മൾ എന്ത് പറയുന്നു? ഇൻവെസ്റ്റിഗേറ്റർ. അപ്പോൾ ഒരാൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ സെൻസസ് ഒക്കെ നടത്തുന്നില്ലേ, അതായത് പിന്നെ പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള സെൻസസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ചിലപ്പോൾ ഒരാളായിരിക്കാം, ഒരു ഏജൻസി ആയിരിക്കാം, എല്ലാം ആയിരിക്കും. ഇൻവെസ്റ്റിഗേറ്റർ പറഞ്ഞാൽ ഒരാളാവണമെന്നില്ല, ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഏജൻസി ആയിരിക്കാം. അപ്പോൾ അവർ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് പല സ്റ്റെപ്പുകളുണ്ടാവാം. അപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. ഇപ്പം ഇന്ത്യയിലുള്ള ആളുകളുടെ എല്ലാം ഇൻകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണ്, ഓരോരുത്തരുടെ ഇൻകം എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കാൻ തീരുമാനിച്ചു. ദറ്റ് ഇസ് എൻ ഇൻവെസ്റ്റിഗേഷൻ, ദറ്റ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കണം അല്ലേ. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഉദ്ദേശിച്ചാൽ ഓടി ചെന്നിട്ട് വിവരം ശേഖരിക്കുകയല്ല, അത് ഒരു എൻക്വയറി, അത് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ എൻക്വയറി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ എൻക്വയറി പ്ലാൻ ചെയ്യുമ്പം ആദ്യം നമ്മൾ എങ്ങനെയുള്ള ഒരു എൻക്വയറിയാണ് നടത്തേണ്ടത് എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടേമുകൾ നോക്കുകയാണ്. എന്താണ് പോപ്പുലേഷൻ ആൻഡ് എന്താണ് സാമ്പിൾ എന്ന് നമുക്ക് ആദ്യം നോക്കാം അല്ലേ. പോപ്പുലേഷൻ കൊണ്ട് നമ്മൾ വെറും ജനസംഖ്യ എന്നുള്ളതിനപ്പുറം സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഏതിനെ കുറിച്ചിട്ടാണോ പഠനം നടത്തുന്നത് അതിൻ്റെ അണ്ടറിൽ വരുന്ന ഗ്രൂപ്പ് ഓഫ് ഓബ്ജക്ട്സ്. ഏത് പഠനമാണോ നടത്തുന്നത് അതിൻ്റെ അണ്ടറിൽ വരുന്ന ഗ്രൂപ്പ് ഓഫ് ഓബ്ജക്ട്സ് അല്ലെങ്കിൽ എഗ്രഗേറ്റ്സ് ഓഫ് ഓബ്ജക്ട്സ് എന്ന് പറയും. എഗ്രഗേറ്റ്സ് ഓഫ് ഓബ്ജക്ട്സ് അണ്ടർ സ്റ്റഡി. അപ്പോൾ നമ്മൾ ചിലപ്പം പഠിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ ആളുകളുടെ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ ഇൻകത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ എൻ്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത്തെ ആളുകൾ, അപ്പോൾ നമ്മൾ ജനസംഖ്യ എന്നുള്ള രീതിയിൽ. എന്നാൽ ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇപ്പം ഒരു ക്ലാസ്സിലുള്ള ഒരു കോളേജിലുള്ള ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെയും എണ്ണത്തിനെ കുറിച്ചിട്ട് എനിക്ക് അറിയണം. അപ്പോൾ എൻ്റെ പോപ്പുലേഷൻ എന്തായിരിക്കും? ആ ബെഞ്ചുകളും ഡെസ്കുകളും ആയിരിക്കും. അല്ലെങ്കിൽ സ്കൈയിലുള്ള സ്റ്റാറുകളെ കുറിച്ചിട്ടാണ് ഒരാൾ പഠിക്കുന്നതെങ്കിൽ പോപ്പുലേഷൻ എന്തായിരിക്കും? ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ. അതായത് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ളതാവാം അല്ലാത്തതാവാം അല്ലേ. അതായത് ഫൈനൈറ്റ് ആവാം, ഇൻഫിനിറ്റ് പോപ്പുലേഷൻ ആവാം. എണ്ണി തീർക്കാൻ പറ്റുന്ന പോപ്പുലേഷൻ ആയിരിക്കാം. സ്റ്റാർസിൻ്റെ എണ്ണം എന്നൊക്കെ പറയാം, നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുമോ? അല്ലാത്ത പോപ്പുലേഷൻ ആവും. അപ്പം നമ്മൾ ഏത് കാര്യത്തിനെ കുറിച്ചിട്ടാണോ പഠിക്കുന്നത് അതിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് ഒരു സബ്സെറ്റ്, എ സബ്സെറ്റ് ഓഫ് ദി പോപ്പുലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഒരു എൻക്വയറി പ്ലാൻ ചെയ്യുമ്പോൾ എവിടെയാണ് ഈ പോപ്പുലേഷനും സാമ്പിളും വരുന്നത് എന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം തീരുമാനിക്കുന്നു എല്ലാ പോപ്പുലേഷൻ്റെ യൂണിറ്റുകളിൽ നിന്നും നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുകയാണോ അല്ലെങ്കിൽ ഒരു സാമ്പിളിൽ നിന്ന് മാത്രം വിവരങ്ങൾ ശേഖരിച്ചാൽ മതിയോ എന്നുള്ള കാര്യം അത് നമ്മൾ തീരുമാനിക്കണം അല്ലേ. ഒരു വിവരങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ ആ പോപ്പുലേഷനിലുള്ള എല്ലാവരുടെ അടുത്ത് പോയിട്ടും വിവരം ശേഖരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നമ്മൾ സെൻസസ് എന്ന്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി കംപ്ലീറ്റ് എന്യൂമറേഷൻ സർവേ എന്ന് പറയും. കംപ്ലീറ്റ് എന്യൂമറേഷൻ
സർവേ എന്നാണ് സെൻസസിന് നമ്മൾ പറയുന്ന മറ്റൊരു വാക്ക്. എന്യൂമറേഷൻ സർവേ ആണോ നമ്മൾ നടത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു സാമ്പിളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാൽ മതിയോ, അതിന് നമ്മൾ പറയുന്ന പേരാണ് സാമ്പിൾ. ഇപ്പോൾ ഒരു എൻക്വയറി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അത് സെൻസസ് ആണോ നടത്താൻ പോകുന്നത്, എല്ലാവരും അടുത്തുനിന്നും വിവരങ്ങൾ ശേഖരിക്കണോ. ചിലപ്പോൾ എല്ലാവരുടെ അടുത്ത് പോയി വിവരങ്ങൾ ശേഖരിക്കാൻ പ്രാക്ടിക്കലായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് സമയമൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ ബുദ്ധിമുട്ട് തീരെ സാധിക്കേണ്ടാവില്ല. ഇപ്പോൾ പോപ്പുലേഷൻ ഇൻഫിനിറ്റ് പോപ്പുലേഷനൊക്കെ ആണെന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തുനിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റില്ല. അപ്പോൾ സാമ്പിളിംഗ് ആണോ നടത്തേണ്ടത് എന്നുള്ള തീരുമാനങ്ങളൊക്കെ നടത്തണം. പിന്നെ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഡാറ്റ ഏത് തരത്തിലുള്ള ഡാറ്റയാണ് എന്ന് തീരുമാനിക്കണം. പിന്നെ നമ്മൾ പഠനത്തിൻ്റെ സ്കോപ്പ് എന്താണ് നോക്കണം, അല്ലേ? അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ സ്കോപ്പ് എന്താ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണം. അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത് പ്ലാനിങ് ദ എൻക്വയറി എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് കളക്ഷൻ ഓഫ് ഡാറ്റ. ബട്ട് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുക. അപ്പോൾ നമ്മൾ തീരുമാനിച്ച് സെക്ഷൻ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ സെക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് അവിടെ നിന്ന് പോയിട്ടുള്ള മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ വിവരങ്ങൾ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്തെടുക്കുക. അതിനെയാണ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പോൾ വിവരങ്ങളൊക്കെ ശേഖരിച്ച് കഴിഞ്ഞു, നമ്മളെ കയ്യിൽ പല 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 പിന്നെ സ്ഥലത്തായിട്ട് കുറേ നമ്പേഴ്സുകൾ നമ്മൾ പലരും പല സ്ഥലത്തും പോയിട്ടായിരിക്കും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ആ ഡാറ്റേനെ എല്ലാം കൂടി നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സുകളാക്കിയിട്ടും അതൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നു ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഡാറ്റേനെയൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കുന്നു. അതിനുശേഷം നമ്മൾ കണ്ടാൽ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ അവരെ പ്രസൻറ്റ് ചെയ്യുന്നു. പലപ്പോഴും നിങ്ങൾ കാണാം വിവരങ്ങളൊക്കെ പിന്നെ ഗ്രാഫുകളായിട്ടും ഒക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ ഉപയോഗിച്ചിട്ട് ആ ഡാറ്റേനെ അനലൈസ് ചെയ്യുന്നു, ആ ഡാറ്റേനെ കുറിച്ചിട്ട് പഠിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവറേജ് കണ്ടിട്ടും അതിൻ്റെ ഡിസ്പേർഷൻ എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ ഉപയോഗിച്ചിട്ട് ആ ഡാറ്റയെ കുറിച്ചിട്ട് പഠിക്കുന്നു, അതിനെക്കുറിച്ചിട്ടൊരു ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നു. അതിൻ്റെ അവസാനം നമ്മൾ കിട്ടിയ പഠനത്തിൻ്റെ വിവരങ്ങളെല്ലാം കൂടിയിട്ട് നമ്മളൊരു റിപ്പോർട്ടായിട്ട് നടത്തുന്നു. അതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഈ പഠനം നടത്തിയതിൻ്റെ ഒരു റിസൾട്ട് വേണമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് പഠനത്തിന് മനസ്സിലാക്കിയത് അത് റിപ്പോർട്ടായിട്ട് നമ്മൾ വയ്ക്കുന്നു. സോ ദാറ്റ് അതിനെ പിന്നീടൊരു ആവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നെ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഫോർകാസ്റ്റുകൾ നടത്താനും എല്ലാം അത് ഉപയോഗിക്കാം. അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒന്ന് രണ്ട് ടേമുകൾ പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണെന്ന് കണ്ടു, സെൻസസ് എന്താണ്, സാമ്പിളിംഗ് എന്താണെന്നും കൂടി കണ്ടു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ഏരിയയിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ കളക്ഷൻ ഓഫ് ഡാറ്റ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, നമുക്ക് ആവശ്യമുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ട് ചെയ്ത് വെക്കുന്നു, മാർക്ക് ചെയ്ത് വെക്കുന്നു, ആ വിവരങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുകയാണ് അല്ലേ. അപ്പം ഈ ഡാറ്റ കളക്ഷൻ, ഈ ഡാറ്റേനെ കളക്ട് ചെയ്യുന്ന ഈ ഡാറ്റ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിസ്, അതിൻ്റെ സോഴ്സിൻ്റെ ബേസിസിൽ അതിനെ രണ്ട് തരത്തിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ദ സോഴ്സ്, എവിടെ നിന്നാണ് എനിക്ക് വിവരങ്ങൾ കിട്ടുന്നത്, ആ കിട്ടുന്ന വിവരങ്ങളുടെ ബേസിസിൽ ഡാറ്റയെ രണ്ട് രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വൺ ഈസ് പ്രൈമറി ഡാറ്റ ആൻഡ് ദ അതർ ഈസ് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്നും സെക്കൻഡറി ഡാറ്റ എന്നും നമ്മൾ ഡാറ്റേനെ രണ്ടെണ്ണാക്കിയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. എന്താണ് പ്രൈമറി ഡാറ്റ? പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആളെ ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റിഗേറ്റർ എന്നാണ് പറയുന്നത്. ആ ഇൻവെസ്റ്റിഗേറ്റർ അയാൾക്ക് ആവശ്യമുള്ള ഡാറ്റ അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അയാൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ, നേരിട്ടിട്ട് കളക്ട് ചെയ്യുക പറഞ്ഞാൽ അയാൾ നേരിട്ടിട്ട് അയാൾ തന്നെ പോയിട്ട് കളക്ട് ചെയ്യണമെന്നില്ല. അയാൾ പിന്നെ നിയോഗിച്ചിട്ടുള്ള കുറേ ആളുകളെ വിട്ടിട്ടോ എങ്ങനെയെങ്കിലും അയാൾക്ക് വേണ്ട കാര്യങ്ങൾ അയാൾ തന്നെ കളക്ട് ചെയ്യുകയാണെങ്കിൽ, ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ, വേറെ മെത്തേഡൊന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ പ്രൈമറി ഡാറ്റ, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ്. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ, അയാൾക്ക് വേണ്ട വിവരങ്ങൾ അയാൾ കളക്ട് ചെയ്തെടുക്കുന്നു. അയാൾ കളക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അയാൾ നേരിട്ട് ചെന്നിട്ട് അങ്ങോട്ട് കളക്ട് ചെയ്യുന്നില്ല. അയാൾ നിയോഗിച്ച ആളുകൾ വിട്ടിട്ടോ പല മെത്തേഡ്സിൽ ആ ഡാറ്റകൾ കളക്ട് ചെയ്തെടുക്കുക. അത് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പറയും. അപ്പോൾ പ്രൈമറി ഡാറ്റ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ്. എന്നാൽ ചിലപ്പോൾ ഉണ്ടല്ലോ അയാൾക്ക് പോകാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, പോയിട്ട് ഡാറ്റ പെട്ടെന്ന് തന്നെ വിവരങ്ങൾ വേണ്ടി വരും. അപ്പം മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് എടുത്തു വെച്ച ഡാറ്റാസ് ഉണ്ട്.
ആ ഡാറ്റയാണ് ഈ ഇൻവെസ്റ്റിഗേറ്റർ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ ഞാൻ സെക്കൻഡറി ഡാറ്റ എന്നാണ് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്കിപ്പം ഫസ്റ്റ് BSc വന്ന കുട്ടികളുടെ പഠന നിലവാരം എത്രയായിരുന്നു എന്ന് അറിയണം. എങ്ങനെയാണ് കുട്ടികളുടെ സ്റ്റാൻഡേർഡ് എന്ന് അറിയണം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ അവരുടെ നിങ്ങളുടെ +2ൻ്റെ മാർക്കാണ് എൻ്റെ ഡാറ്റ. ഞാനത് കളക്ട് ചെയ്യണമെങ്കിൽ ഞാൻ വന്നിട്ട് നിങ്ങളെ കയ്യിൽ നിന്നൊക്കെ നിങ്ങളെ മാർക്കുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ള ഡാറ്റ നിങ്ങളെ മാർക്കുകൾ മാത്രമായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ അതിനെ എന്തു പറയുന്നു? പ്രൈമറി ഡാറ്റ എന്ന് പറയും. ഞാൻ നേരിട്ട് വന്ന് നിങ്ങളെ കളക്ട് ഞാൻ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിനെ പ്രൈമറി ഡാറ്റ എന്നാണ് പറയുന്നത്. കാരണം എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ വാങ്ങിച്ചെടുത്തു. എന്നാൽ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് വിവരങ്ങൾ ശേഖരിക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പം കോളേജിലേക്ക് നിങ്ങളിപ്പം നിങ്ങളെ ബയോഡാറ്റയായിട്ടോ അല്ലെങ്കിൽ പിന്നെ കോളേജിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴൊക്കെ നിങ്ങളെ മാർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? പോയിട്ട് എനിക്ക് നിങ്ങളെ നേരിട്ട് വന്നിട്ട് പറ്റില്ല. നിങ്ങൾ ഓൾറെഡി കോളേജിൽ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയുണ്ട്, നിങ്ങളുടെ ഡാറ്റ അല്ലേ. ആ വിവരങ്ങൾ ഞാൻ കോളേജിൽ ചെന്നിട്ട് കോളേജിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് ഫസ്റ്റ് BSc കുട്ടികളുടെ മാർക്കൊന്ന് വേണ്ട ആ ഡാറ്റ ഞാൻ നിങ്ങളെ കാര്യങ്ങൾ ഞാൻ നോക്കിയെടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെക്കൻഡറി ഡാറ്റ. ഈ പ്രൈമറി ഡാറ്റയ്ക്കും സെക്കൻഡറി ഡാറ്റയ്ക്കും അതിൻ്റേതായ പിന്നെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയുണ്ട്. അതായത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട്. അപ്പോൾ പ്രൈമറി ഡാറ്റയുടെ ഒരു മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന അയാൾക്ക് വേണ്ട ഇൻഫർമേഷൻ മാത്രം കളക്ട് ചെയ്താൽ മതി അല്ലേ. എനിക്കിപ്പം വേണ്ടത് നിങ്ങളെ മാർക്ക് മാത്രമാണെന്ന് വെച്ചാൽ എനിക്ക് അറിയാം മാർക്ക് മാത്രം മതി, അത് മാത്രം കളക്ട് ചെയ്താൽ മതി. പക്ഷെ ഇപ്പോൾ ഞാൻ സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പം കോളേജ് ഇപ്പോൾ കളക്ട് ചെയ്ത് നിങ്ങളെ അഡ്രസ്സ് ഉണ്ടാവും, പിന്നെ പാരൻറ്റിൻ്റെ ഓക്യുപ്പേഷൻ ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതൊന്നും ചിലപ്പോൾ എനിക്കൊരു ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൂടി ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എടുക്കേണ്ടി വരും. അത് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ പ്രൈമറി ഡാറ്റയാണെങ്കിൽ നമുക്ക് വേണ്ട കാര്യം മാത്രം നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ദിസ് ഇസ് ടൈം കൺസ്യൂമിങ്. നമുക്ക് വേണ്ട കളക്ട് ചെയ്തെടുക്കാനൊക്കെ കുറേ ടൈം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താ? നമുക്ക് ടൈമൊന്നുമില്ല. നമുക്ക് മറ്റുള്ള കളക്ട് ചെയ്തത് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ആ ടൈമിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കാം. അപ്പോൾ സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സുകൾ എന്ന് പറഞ്ഞാൽ പല സോഴ്സുകളും ഉണ്ടാവും. ഗവൺമെൻറ് ഓർഗനൈസേഷൻസൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ റെക്കോർഡ്സൊക്കെ ഉണ്ടാവില്ലേ അല്ലേ, അതുണ്ടാവും. പിന്നെ UNO അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെ കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പം റിസർച്ച് സ്കോളേഴ്സ് വിവരങ്ങൾ അവരെ റിസർച്ചിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത വിവരങ്ങളുണ്ടാവും. അങ്ങനെ പല വിവരങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? പബ്ലിഷ്ഡും അൺപബ്ലിഷ്ഡും ആയിട്ടുള്ള സോഴ്സസ് നിന്ന്, ജേർണൽസ് നിന്ന് അങ്ങനെ പോയിട്ട് പല വിവരങ്ങൾ ശേഖരിക്കണ പല ബുക്കൊക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് ഉള്ള ഇൻഫോർമേഷനുകൾ മുമ്പ് ആരെങ്കിലും കളക്ട് ചെയ്ത് വെച്ച ഇൻഫോർമേഷനുകളൊക്കെ ആയിരിക്കും, അതൊക്കെ നമുക്ക് എടുക്കാം. അപ്പം പബ്ലിഷ്ഡ് ആയിട്ടുള്ള അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ സെക്കൻഡറി ഡാറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സെക്കൻഡറി ഡാറ്റയ്ക്ക് നമുക്ക് പോയിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല. മീൻസ് ആളുകളെ പറഞ്ഞയച്ചിട്ട് കളക്ട് ചെയ്തിട്ടൊന്നുമില്ല, ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച ഡാറ്റ ആയിരിക്കും. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിനുള്ള മെത്തേഡ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.